ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 59 റിയാക്ഷൻ. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. കമന്റ്സ് കേൾക്കേണ്ടാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്തു. ഓക്കെ, സഫ്നാസ് ആണ് കമന്റ് ഇട്ടിട്ടുള്ളത്. എന്നാലും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് മാത്രം ഗുഡ് ന്യൂസ് ഒന്നും വന്നില്ലല്ലോ. ക്ഷമ വേണം, സമയമെടുക്കും. അതാണ് സീതുവിനെ വിട്ട സ്ഥിതിക്ക് നമ്മളെയൊക്കെ പരിഗണിച്ചൂടെ? 7994799617 I will see your chiri so that the day will be the bestest. Thanks. ശ്രീധുവിനെ വിട്ടേക്ക് ബ്രോ. വിട്ടു. എന്തൊക്കെ ആയാലും ശ്രീധു അർജുനെ തന്നെ കല്യാണം കഴിക്കും. യു ലുക്ക് ലൈക്ക് ടോവിനോ. ഈ എന്ത് ചെയ്യാൻ പറ്റും? ഞാനും ടോവിനൊക്കെ ഭയങ്കര ഗ്ലാമർ ആയി പോയി. ടോവിനെ കേക്കണ്ട. ചേട്ടന്റെ വീഡിയോ ഒക്കെ നൈസ് ആണ്. എന്റെ വൺ ഓഫ് ഫേവറേറ്റ് യൂട്യൂബർ. താങ്ക്സ്. ചേട്ടന്റെ വീഡിയോസിന്റെ ഹൈലൈറ്റ് ചേട്ടന്റെ ചിരിയാണ്. ശരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ എനിക്കൊരു ബോയ് ഫ്രണ്ട് സെറ്റ് ആയി. റിയലി? കണ്ടാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. കണ്ട് പടി. അപ്പോ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 59 റിയാക്ട് ചെയ്തിട്ട് വരാം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു മോർണിംഗ് സോങ്. ഇന്ന് ഞാൻ പൊളിക്കും. ഉറങ്ങാണോ അതോ ഡാൻസ് കളിക്കാണോ? ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് ചലഞ്ച്. രാവിലെ തന്നെ ബിഗ് ബോസ് ഹോട്ടൽ ചലഞ്ച് തുടങ്ങി. അതിഥികൾ ഏത് നിമിഷവും എത്താം. അതിഥി എപ്പോ വേണമെങ്കിലും വരാം. എല്ലാവരോടും ഒരുങ്ങിയിരുന്നോളാൻ പറഞ്ഞു. അതിഥിക്ക് പവർ റൂം ഒഴികെയുള്ള ഏത് റൂമും അതിഥിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിഥി ഏത് റൂമിലാണോ ഇരിക്കുന്നത് ആ റൂമിലെ ആളുകൾ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലിറങ്ങണം. ക്യാപ്റ്റൻ ആയിരിക്കും ഹോട്ടലിന്റെ HR മാനേജർ. ക്യാപ്റ്റനെ HR ആയിട്ടും പവർ റൂമിലെ ഹോട്ടൽ നടത്തിപ്പുകാരായിട്ടും ബാക്കിയുള്ളവരെ ജോലിക്കാരുമായിട്ടും നിയമിച്ചു. അവരുടെ കയ്യിൽ നിന്നും കോയിനുകൾ ലഭിക്കുന്നതാണ്. അതിഥിയെ സോപ്പിട്ടൊക്കെ നിന്ന് അതിഥിയുടെ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ടീം ജയിക്കും. എവിടെയോ മാൽ ഫംഗ്ഷനിങ്. നിങ്ങൾ പറ, എങ്ങനെ ചിരിക്കാണ്ടിരിക്കും ഞാൻ? ഹോട്ടലിൽ എന്താ ഈ സർക്കസിലെ കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ടാണ്? ഇവൻ ടോക്സിക് അല്ല, കണ്ണാപ്പിയാണ്. ഈ സീസണിൽ ചെലവ് കൂടുതലും വരവ് കുറവായതുകൊണ്ട് ബിഗ് ബോസിന് എല്ലാവർക്കും കോസ്റ്റ്യൂം ഒപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന് പകരമാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. 3-4 കടയിൽ കയറി ഒരേപോലെ 11 എങ്ങും കിട്ടാനില്ല. അവസാനം ചമയത്തിലെ മന്മഥൻ ചേട്ടന്റെ കടയിൽ കയറി 10 ഒരേപോലത്തെ കളർ കിട്ടി. കണ്ട, ഇതാണോ ജേഴ്സി? എടാ ഇതെങ്കിലും കിട്ടിയല്ല. നല്ല കളർഫുള്ള് കളിയായിരിക്കൂടാ. ചെലവ് കൂടുതലും വരവ് കുറവായതുകൊണ്ട് ഇത്തവണ ബിഗ് ബോസ് കോസ്റ്റ്യൂമിൽ ഒന്നും അധികം പൈസ ഇറക്കിയില്ല. ഒരു പിന്നാമ്പുറ കാഴ്ച. ബിഗ് ബോസ് ക്രൂ, ബിഗ് ബോസ് ഇന്നത്തെ ചലഞ്ചിനുള്ള കോസ്റ്റ്യൂം റെഡിയല്ല. ബിഗ് ബോസ് കോസ്റ്റ്യൂം റെഡിയല്ലേ? ദൈവമേ, ചലഞ്ച് ഇപ്പൊ തുടങ്ങും. ഗസ്റ്റ് ഇപ്പൊ വരും. ഇനി എന്ത് ചെയ്യും? എടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഈ വീട്ടിലെ എല്ലാ കർട്ടനും ഊരിയിട്ട് സൈഡ് അടിച്ചു കൊടുക്ക്. ഇതാണ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. അല്ലെങ്കിൽ തന്നെ ചെലവ് കൂടുതലാ. ഓരോരുത്തർക്കും ആശുപത്രി ചെലവ്, മുംബൈയിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ വിമാനത്തിന്റെ ചെലവ്, എന്തൊക്കെ ചെലവാ. ഈ കർട്ടൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കാണിച്ചത് ചിരിക്കണോ? വേണമെങ്കിൽ ചിരിക്കാം. അങ്ങനെ എല്ലാവരും കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയിരുന്നപ്പോൾ കാറിന്റെ ഹോൺ കേട്ടു. ഗസ്റ്റ് വരുന്നു. ആരാണ് ഗസ്റ്റ്? അവരെല്ലാരും ആകാംക്ഷയോടെ നോക്കി നിന്നെങ്കിലും നമുക്ക് വലിയ ആകാംക്ഷ ഒന്നും ഉണ്ടായില്ല. കാരണം നമുക്ക് ഇന്നലെ അറിയായിരുന്നു സാബു ചേട്ടനായിരുന്നു ഗസ്റ്റ് എന്ന്. സാബു ചേട്ടന്റെ എൻട്രി. നീ സിനിമാറ്റിക് ഡാൻസിനാണ് പേര് കൊടുത്തത്. ഇത്തവണ ശരിക്കും ദാരിദ്ര്യേട്ടാ. കഴിഞ്ഞ തവണ റോബിനും രജിത് കുമാറൊക്കെ വന്നപ്പോ മാലയിട്ട് സ്വീകരണം
പൂക്കളെറിഞ്ഞ സ്വീകരണം, ബൊക്കെ കൊടുക്കല്, ആനയിക്കല്, ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സെറ്റപ്പ് ആയിരുന്നു. ഇതേതാ കഞ്ഞി ഹോട്ടല്, ഒന്നുമില്ല. ഗസ്റ്റ് വരുന്നു, ഇവരൊക്കെ മറ്റേ കോമാളിയുടെ പോലത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വാ ഗിഫ്റ്റ് കയറി ഇരിക്കി. ഓക്കെ പാസ്. സായിയുടെ തലയിലിരിക്കുന്ന തൊപ്പി ഉണ്ടല്ല, അപ്പുറത്തെ സൈറ്റ് സൂപ്പർവൈസറിന്റെ മഞ്ഞ തൊപ്പി അടിച്ചു മാറ്റിയിട്ട് അതുമ്പോ സിൽവർ പെയിന്റ് അടിച്ചിട്ട് ചെവിയിൽ വെക്കുന്ന ഒരു ഹെഡ്സെറ്റ് അതുമ്പോ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു സ്പ്രിങ് വെച്ചിട്ട് അതിന്റെ അറ്റത്ത് ഒരു ബോൾ വെച്ച്, അതാണ് സായിയുടെ റോബോട്ടിന്റെ തൊപ്പി. സാർ ഞാനാണ് ഇവിടുത്തെ HR. ഋഷി വലിയ കാര്യത്തില്. ഹായ് സാർ, ഞാനാണ് HR. കാരണം റിസപ്ഷനിൽ എന്ത് കാര്യം? അങ്ങനെ ചോദിച്ചാ ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ വന്നുള്ളൂ. ഈ വീട്ടിൽ നിക്കണമല്ലോ, ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. HR കാരണം റിസപ്ഷനിൽ എന്താ കാര്യം? പൂക്കിയതാ റൂളാണ്. ഈ റൂമിലേക്ക് ആർക്കും കയറാൻ റെസ്ട്രിക്റ്റഡ്. അതെന്താ പവർ റൂമിന് കൊമ്പുണ്ടോ? ഗസ്റ്റിന് വരെ കയറാൻ പറ്റാത്ത എന്ത് രഹസ്യ പവർ റൂമില്? മറ്റൊരാൾ കൂടെ ഉണ്ട്, മറ്റൊരു ശരിയാ. ജിൻഡോ. അർജുൻ. വേണ്ട. ഒന്നില്ല സാർ. ചായ നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമാ, കൊണ്ടുപോടാ. ഈ തൂത്ത് ഉടച്ച് വൃത്തിയാക്കിയതല്ലേ പരിപാടി. അപ്പൊ സിജോന്റെ ടീമാണ് ക്ലീനിങ് ചെയ്യണത്. അയ്യോ എങ്ങോട്ട് പോകുന്നു? തോട്ടക്കാരനാണോ ശ്രീരഖ ചേച്ചി? ഓ സെക്യൂരിറ്റി. എന്താ പേര്? ഉത്കണ്ഠാകുലം. ഉത്കണ്ഠാക്ഷൻ പിള്ള, നല്ല പേര്. മസാജ് ഉണ്ട്, ബോഡി മസാജ് ഉണ്ട്, മസാജ് ഒക്കെ ഉണ്ടാ ശരണി ചേച്ചിയുടെയാ? ശരിക്കും അത് വേണം. സായിജാതി കോമഡി സാധനം. എന്റെ പൊന്നു, കാറിലൊക്കെ ഇരുന്ന താടിയും വെച്ച് എന്ത് കലിപ്പനായിരുന്നു. ഇപ്പൊ നോക്ക്, തനി പൊട്ടൻ. കിച്ചണിലെ മെയിൻ ഷെഫ് ആയിട്ടുള്ള ശ്രീതു. സാറിന് ഫുഡ് എന്താ സ്പെഷ്യൽ വേണ്ടത്? ഏത് സ്റ്റൈലാണ് ഞങ്ങൾ ട്രൈ ചെയ്യണ്ടേ? ഇറ്റാലിയൻ. സാബു, ഇറ്റാലിയൻ മതി. അറബിക്. ശ്രീതു എന്നാന്ന്? ഇറ്റാലിയനാ? മിഡിൽ ഈസ്റ്റേൺ. ഓ വേറെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്? ശ്രീത്, ഈ പറഞ്ഞ സ്റ്റൈലൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കഞ്ഞിയും ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റൈൽ മതി എന്ന് പറയാൻ പറ്റുമോ? വേറെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്? അപ്പൊ സാബു ഇത്ര പറഞ്ഞ സ്റ്റൈൽസ് ഒന്നും ശ്രീതുവിന് അറിയില്ല. അപ്പൊ ശ്രീതു, ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സാറ്? മെഡിറ്ററേനിയൻ. ശ്രീതു വി ലൈക്ക് ചോദിക്കണ്ടായിരുന്നു. വിൽഡു എന്തെങ്കിലും ഡിഷസ് സാറിന് പ്രിഫർ ചെയ്യുന്നുണ്ട്? നിനക്ക് അങ്ങനെ തന്നെ വേണോടി. ആപ്പിൾ ഉണ്ട്, പഴമുണ്ട്, സിട്രസ് ഉണ്ട്. ഇപ്പൊ നോറ, സാറേ നമുക്ക് ഫുഡിന്റെ ഐറ്റംസ് ഇല്ലെങ്കിലും ആപ്പിളും സിട്രസും ഒക്കെ കുറെ ഉണ്ട്. സാബു, പിന്നെ ആപ്പിളും സിട്രസും ചോറിൽ പിഴിഞ്ഞ് കഴിക്കാലോ, നല്ലതാ, നല്ല കറിയാ. കൊള്ളല്ലേ രാജപദവി. സാബു വി ലൈക്ക് എന്താലേ, രാജപദവിയാണ് എനിക്ക് തന്നിട്ടുള്ളത്, എനിക്ക് വയ്യ. കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്ന അക്ഷരം മിണ്ടില്ല. സൂത്രശാലിയുമായ ബിഗ് ബോസ് മലയാളം സീസൺ 1 വിജയിയാണ് സാബു. പോ ബിഗ് ബോസ്, എന്നിങ്ങനെ പൊക്കല്ലേ. രജനീകാന്തിനൊപ്പം വേട്ടയൻ എന്ന സിനിമയിൽ രജനീകാന്തിന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസിന് പോയവർക്കൊക്കെ എന്താ രജനിയായിട്ട് ബന്ധം? നമ്മുടെ ഡോക്ടർ റോബിന്റെ വാച്ച് രജനിയുടെ പുതിയ സിനിമയില്, സാബു ചേട്ടൻ പുതിയ രജനിയുടെ സിനിമയില്. എന്താലേ. പണക്കിഴി സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് പണക്കിഴിയല്ല, ഒരു ഞവരക്കിഴിയെ കൊടുക്കണ്ടേ. ഇതിൽ നിന്ന് ആരെ അടിച്ചു മാറ്റരുത്. അടിച്ചു മാറ്റാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അതാ സിജോനോടും അർജുനോടും അപ്സരനോടും പറഞ്ഞാൽ മതി. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അപ്സര, സാറേ ഇവിടെ എല്ലാം ഉണ്ട് സാറേ, സാറേ ഇങ്ങോട്ട് വാ സാറേ, ഞങ്ങളുടെ റൂമിലേക്ക് വാ സാറേ. എന്നാ ഈ റൂം എടുക്കാം. സായിനെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടാ. നിങ്ങൾ സാധനം എല്ലായിടത്തും പുറത്തിറങ്ങി. സിംഗിൾ ഓക്യുപ്പൻസിയാണ് എനിക്ക് വേണ്ടത്. അപ്സര, പറയണ്ടായിരുന്നു, ഇനി പെട്ടിയും മട്ടിയും കിടക്കിയൊക്കെ ആയിട്ട് നമ്മളെവിടെ പോയി കിടക്കൂടെ? സന്തോഷമാണ് ഞങ്ങൾ. ഇത്രയും സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ സാബു ചേട്ടൻ പണക്കിഴിയിൽ കൈയിട്ടിട്ട് ഒന്ന് കൊതിപ്പിച്ചേക്കാം. അപ്സര തന്നോളൂ. പോയാ എന്തോ തേഞ്ഞ്. എന്താണ്? ഞങ്ങളും ഉണ്ടാവും. ഇല്ല വേണ്ട. അപ്സരയുടെ അടുത്തടവ്, സാറിന് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞങ്ങളും സാറിന്റെ കൂടെ അകത്ത് രാത്രി കിടക്കാൻ കേട്ടോ. സാബു, വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് ചീത്തപ്പേര. വേണ്ട, തൽപര കക്ഷിയല്ല. എന്തായാലും കാര്യം സാധിച്ചെടുത്ത് ടിപ്പ് വാങ്ങിച്ചു അപ്സര. താങ്ക് യു സാർ. അപ്സര,
ഇതെങ്ങനെ ഇങ്ങനെ സുഖിപ്പിക്കാൻ പറ്റുന്നേ? സാറല്ല സർ, അതിഥി ദേവോഭവ, അതാണ് ഞങ്ങളുടെ ചെല്ല് മതി. വേറെ ആർക്കും അങ്ങോട്ട് എൻട്രി ജിൻഡോ തരാറില്ല. സാബിച്ചേട്ടൻ സ്മോക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, ഇങ്ങനെ സിഗരറ്റ് വലിച്ചാലേ പറ്റുള്ളൂ. സിഗരറ്റ് ഉണ്ട് ഇവിടെ ആരെങ്കിലും? വേണമെങ്കിൽ ജിൻഡോയോട് ചോദിച്ചിട്ട് വരാം. റോബോട്ട് ആയ സായി നമ്മുടെ ജിൻഡോ ചേട്ടന്റെ കയ്യിലുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ഞാൻ മാത്രമേ വലിക്കണുള്ളൂ. 5 ജിൻഡോ, എനിക്ക് 5 കിട്ടാറുള്ളൂ. രാവിലെ 5, വൈകുന്നേരം 5. 10 കിട്ടിയിട്ടിരുന്നതാ, ഇപ്പൊ ഒന്നുമില്ലാന്നേ. എനിക്ക് ജിൻഡോ എന്ത് ചെയ്യും? അങ്ങനെ ജിൻഡോന്റെ സിഗരറ്റ് സാബുച്ചേന് കൊടുത്ത്. ക്യാമറ ചോദിക്കും. അതിന്റെ സാബ് പറഞ്ഞു, ജിൻഡോ നീ പോയിട്ട് ബിഗ് ബോസിനോട് ചോദിക്ക്, എനിക്കും കൂടി വേണമെന്ന് പറ, അവരെന്താ പറയണേന്ന് നോക്ക്. ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ച അത് കഴിഞ്ഞ് ഹാളിൽ വന്നിരിക്കായിരുന്നു. അപ്പൊ സാബു ചേട്ടൻ ചോദിച്ചു, ജിൻഡപ്പാ ബാക്കി സിഗരറ്റ് എവിടെ, എനിക്ക് വലിക്കാനുള്ളതാ. തരുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ, ഈ തരത്തില്ലെന്നുണ്ടെങ്കിൽ പൊക്കോ. സിഗരറ്റ് തരാവോ? സിഗരറ്റും ലാമ്പും ആള്. ജിൻഡോ ക്യാമറ ചെന്നിട്ട് കുറച്ച് സിഗരറ്റ് തരോ, കുറച്ച് ലാമ്പും തരോ, ഗസ്റ്റിന് കൊടുക്കാനാ, അല്ലെങ്കിൽ പുള്ളിക്ക് എന്നോട് ദേഷ്യോ, ഒന്ന് തരോ, തരാൻ പറ്റുമെങ്കിൽ തരാൻ പറ്റുന്ന പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ, എന്തെങ്കിലും ഒന്ന് മിണ്ട്. അപ്പൊ ക്യാമറ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ജിൻഡോ വന്നിട്ട് സാബിച്ചേട്ടനോട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ചെങ്കിൽ പൊക്കോന്നാണ്. സാബു ഇങ്ങനെ കാണിച്ച എപ്പോഴാടാ തരാന്നായ, ഇങ്ങനെ കാണിച്ചല്ലേ തരാന്ന്. ജിൻഡോ അങ്ങനെയായിരുന്നാ, അപ്പൊ തരില്ല എന്ന് പറഞ്ഞു. സാരില്ല, എന്റെ സിഗരറ്റ് ഞാൻ തരും. അങ്ങനെ അർത്ഥം ഉണ്ടായിരുന്ന. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടതിന് ജിൻഡോ സിഗരറ്റ് വലിച്ചപ്പോ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു. എന്തിന് ലാലേട്ടൻ വരെ എന്നെ കുറ്റം പറഞ്ഞു. പക്ഷേ ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് അടിച്ചു, കണ്ടടാ. ഇത്ര വിനയൊന്നും ഇല്ലേ സാധാരണ? അൻസിബ, സാധാരണ പുള്ളിക്ക് ഇത്ര വിനയം ഉണ്ടാവാറില്ല, ഇന്ന് എന്താന്ന് പറ്റിയെന്ന് അറിയില്ല. പക്ഷേ നോറയുടെ ഇടയ്ക്ക് കൂടെ ജിൻഡോന് ഒരു പാര വെക്കാൻ നോക്കി. സാബു നൈസായിട്ട് പൊളിച്ച് കൈ. സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്. അല്ല, ഫസ്റ്റ് മാനേജ്മെന്റ്, സ്വന്തം ജോലിക്കാരനെ പോലും വിശ്വാസമില്ലാത്ത മാനേജ്മെന്റ് ആണ് നിങ്ങൾ. അത് അവരെ ജോലിക്ക് എടുത്തിട്ട് അവരെങ്ങനെ പെർഫോം ചെയ്യും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമ്പോ നമ്മൾ തടയണമല്ലോ, ആ ഒരു ലൈൻ. മെഴുകാതെ പോടേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് പോയിന്റ്സ് ഇങ്ങനെ കൊടുക്കും. കോട്ടനോറെ സാരില്ല, ഉരുണ്ടത് മതി, എനിക്ക് പൊക്കോ. ഉയരം കൊണ്ട് പോകാനുള്ള അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ബിസിനസ് ഇനിയും തുടരാം. അതിന്റെ ഇടയ്ക്ക് അർജുൻ വെള്ളം പ്രാങ്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് സായിനെ അപ്സരയെ വിളിച്ചിട്ട് സ്ഥാപിച്ചിട്ടും പറഞ്ഞു, നമുക്കൊരു പ്രാങ്ക് ചെയ്താലോ, കാരണം എനിക്ക് പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങള് ചെയ്യുന്നത് പ്രാങ്കാണ്. സായിയുടെ തലയുടെ ബാഗിലെ സ്പ്രിങ് ആട നോക്ക്. നോറേ അപ്പൊ നോറയ്ക്കായിരുന്നു പ്രാങ്ക്, അപ്സരയുടെ ടീം എന്റർടൈൻമെന്റ് ടീം ആയിരുന്നല്ലോ. അപ്പൊ ഇവര് പറയാതെ ഡാൻസ് കളിക്കുന്നു, നോറ ഇപ്പൊ ഇടപെടുന്നു, നോറയുടെ മേത്തേക്ക് കുറ്റം ചേരുന്നു, അടി ഉണ്ടാവും. സെക്യൂരിറ്റിന്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനല്ലേ ഇവിടെ പറഞ്ഞതുപോലെ അപ്സരയുടെ ടീം പണി ആരംഭിച്ചു. ശ്രീരേഖ ചേച്ചി ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇത്രയും കോമഡി ഒക്കെ ചെയ്തിട്ടും എപ്പിസോഡിൽ പുള്ളിക്കാരിക്ക് സ്ക്രീൻ സ്പേസ് കുറവാ, വിച്ച് മീൻസ് ഈ ആഴ്ച ശ്രീരേഖ ചേച്ചി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിരിച്ചുവിടണമെങ്കിൽ അവരെ പിരിച്ചുവിട്. അപ്പൊ നമ്മുടെ അപ്സരയുടെ ടീം സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോ ഋഷി സൈലൻസ് ചെയ്താൽ മതി, അവര് ആവശ്യപ്പെട്ടാൽ മാത്രമേ. ശരണ്യൊക്കെ നൈസായിട്ട് പ്രാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ശരണ്യയുടെ ടീം പുറത്തേക്ക് പോയി. അപ്പൊ നമ്മുടെ ഋഷീനെ വിളിച്ചിട്ട് ജിൻഡോ, ക്ഷമിക്കണം പറഞ്ഞതിന്. ജിൻഡോ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. HR-നുള്ള ആളില്ലെന്ന് ഇവിടെ പറഞ്ഞതാ. വെറുതെ നിന്ന് ഋഷീനെ ജിൻഡോ എരി കയറ്റി വിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നടക്കും. ഇപ്പൊ നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം. ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പവർ ടീം അപ്സരയുടെ ടീമിനെ വിളിച്ച് നിർത്തിയിട്ട് ചോദിക്കണം, നിങ്ങൾ ഇതിന് ആവശ്യമില്ലാണ്ട് ഒച്ച എടുക്കണം, ഗസ്റ്റിന് അത് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവർ തുടങ്ങി കലവില 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത പോലെയുള്ള സംസാരം. ഹായ്, നല്ല അടി. ജാസ്മിൻ നൈസായിട്ട് സാബിച്ചേന്റെ അടുത്ത് കഴിയുന്നുണ്ട്. ഇവരെന്തായാലും ഇങ്ങനെ എന്നെ കണ്ടുപിടിക്കും, ഞാൻ അടി ഉണ്ടാക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് പ്രാങ്കിന്റെ ആവശ്യമൊന്നും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ സംസാരം. എന്തോ പറയണേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തുവാടൊക്കെ പറയുന്നേ, എന്തെങ്കിലും മനസ്സിലാവുന്ന ഭാഷ പറ. ജാസ്മിൻ പിന്നെയും എന്തായാലും ശ്രമിച്ചിട്ട് ഇവരൊക്കെ എന്താ ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാര്, സോ ബാഡ്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും, സത്യത്തിൽ ഇത് ആർക്കാ പ്രാങ്ക്, നോറയ്ക്കാ ഋഷിക്ക?
നോറയ്ക്ക് വെച്ച വെടി ഋഷിക്ക് കൊണ്ടുവന്ന് പറഞ്ഞാ മതി. ഓ ചെവി തല കേൾപ്പിക്കില്ല ഇറ്റങ്ങൾ. ഋഷിക്കുണ്ടത് പ്രാങ്കാന്ന് അറിയുന്നു. ഋഷി എന്തെടുത്താലും മനസ്സിലേക്ക് എടുക്കുന്ന വ്യക്തിയാ. ഋഷി ഇന്ന് മെഴുകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. തുടങ്ങി ക്ലാരിഫൈ ചെയ്യാൻ വന്നതാണ്. എന്റെ ഇടയ്ക്ക് ജിൻഡോ എന്തെടുത്ത് തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്ത് കച്ചറയാണേ ജാസ്മിൻ. ഇതിന്റെ ഇടയ്ക്ക് ഒച്ചെടുക്കാൻ എനിക്കൊരു സ്പേസ് കിട്ടുന്നില്ലല്ലോ. ശരിയാണ് നന്ദനെ, നീ സൂപ്പറാ. അവളുടെ സ്വഭാവം പുറത്തേക്ക് എടുത്തിരിക്കും. ഓ നന്ദനെ, എമ്മില്ലാത്ത മാസമായുണ്ട്. പ്രേക്ഷകരെ ഇത് കാണുക. അവൾ എന്ത് സംസാരിക്കണേ? എന്തുവാണ് ഇതൊക്കെ? ഋഷി took it personal. സത്യത്തിൽ നോറേനെയാണോ അതോ ഋഷീനെയാണോ പ്രാങ്ക് ചെയ്തത്? എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാ. ഋഷി നന്ദനോട് നീ നോമിനേഷനിലൊന്നല്ലടി, നാട്ടുകാരെടുത്ത് കളയൂടി നിന്നെ. ഋഷിയുടെ പ്രാക്ക് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ല, 1.5 പ്രാക്കാണ്. അതിന്റെ ഇടയ്ക്ക് ഋഷി അപ്സരനോട് പറഞ്ഞു നീ അഭിനയിക്കടി, നീ അഭിനയിച്ച് മെഴുകി ഇവിടെ കിടന്ന് എന്ന് പറഞ്ഞപ്പോ അപ്സര തിരിച്ചു പറഞ്ഞു ആ ഞാൻ അഭിനയിക്കും, നിനക്ക് അഭിനയിക്കാൻ അറിയില്ലായിരിക്കും, എന്റെ കഴിവ് എന്ന് പറഞ്ഞു. ഋഷിക്ക് അത് അങ്ങോട്ട് പിടിച്ചില്ല. നീ എന്റെ കരിയറിനെ പറയുന്നോ, എന്നെ അഭിനയം പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഋഷി അങ്ങോട്ട് തുടങ്ങി. ഓസ്കാർ അവാർഡും ഇത് കിട്ടിയിട്ടാണ് എന്നെ അഭിനയം പഠിപ്പിക്കുന്നത്. ഒരാഴ്ച അറിയാലോ, അതുകൊണ്ടല്ലേ കിടന്ന് പൊളക്കണത്. ഋഷിക്ക് അങ്ങോട്ട് കേറി വന്നിട്ടുണ്ടല്ലോ ജിൻഡോ എന്നിട്ട് ഋഷി കൂൾ കൂൾ ഒരുമിച്ച് ഉണ്ടാക്കണം നമുക്കറിയാം. ഹാൻസ് പോടാ പന്നി. ആ ടീമിൽ വേറെ ആൾക്കാർ വെറുതെ കിടന്ന് മുക്കുണ്ട്. ഋഷിക്ക് ശരിക്കും പൊളിഞ്ഞു. അല്ലെങ്കിലും കണക്കാ, അതിനൊന്നും വാല്യൂ ഇല്ല ഇവിടെ. സംഭവം നോറയ്ക്ക് കൊടുത്ത പ്രാങ്ക് ആണെങ്കിലും ഋഷി ഉള്ള സത്യമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി നോറയ്ക്ക് ഇട്ട് വെച്ചൊരു പ്രാങ്ക് ആയിരുന്നു അത്. കുറച്ച് കഴിഞ്ഞപ്പോ സാവിച്ചേട്ടൻ വന്നിട്ട് എല്ലാവരെയും പറ്റി ചെയ്ത് പ്രാങ്ക് ആണ്. അതിന് കുഴപ്പമില്ല, എന്റെ കരിയർ എനിക്ക് അഭിനയിക്കാൻ. ഋഷി പ്രാങ്കില് ഞാൻ പറയാനുള്ള ഞാനൊന്നും സാബുച്ചേട്ടൻ ഈശ്വര നീ അടിയുടെ മൊത്തം ചുമതല എന്റെ തലയിലാവൂലോ. എന്റെ കരിയർ തൊട്ട് എന്തെങ്കിലും ആവട്ടെ, സാബ് പോയി കഴിഞ്ഞും ഒരു അടി ഉണ്ടാക്കാനുള്ള തീ അവിടെ ഇട്ടിട്ടാണല്ലോ പോയത്. നല്ല കാര്യം. അത് കഴിഞ്ഞ് ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. അപ്പൊ സാബു ചേട്ടൻ എല്ലാവർക്കും ബാലൻസ് കോയിൻസ് കൊടുക്കാണ്. യോ ജിൻഡോ എന്തൊരു ഭാവം, എന്തൊരു അഭിനയം. എന്റെ പാട്ട് കേട്ടില്ല. അങ്ങനെ എല്ലാവർക്കും കോയിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ശ്രീരേഖ ചേച്ചി എനിക്കൊരു പാട്ട് പാടണം സാബു ചേട്ടാ. മതി കൊഞ്ചും നാളല്ലവാ. സാബു മേലാൽ പാടരുത്, എന്നാ പിടിച്ച കോയിൻ അവിടെ ഇരി. ഇനിയുണ്ട്. എന്റെ പൊന്നോ വേണ്ട. 100 coins ആണ് ബിഗ് ബോസ് കിട്ടിയിട്ടുള്ളത്. അതിപ്പോ ബിഗ് ബോസ് പറഞ്ഞു ഓരോ ടീമിനും കിട്ടിയ പോയിന്റ് കൂട്ടി പറയാം. 110 points. 100 points. സിജോന്റെ ടീമിന് ടോട്ടല് 100 പോയിന്റ്സ് ആണ് കിട്ടിയത്. ജിൻഡോന്റെ ടീമിന് ടോട്ടല് 110 പോയിന്റ്സ് ആണ് കിട്ടിയത്. നമ്മുടെ സായുടെ ടീമിന് ടോട്ടല് 100 പോയിന്റ്സ് ആണ് കിട്ടിയത്. അഭിനന്ദനങ്ങൾ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ടാസ്കിൽ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീം ജയിച്ച് 2 പോയിന്റോടെ ഈ വീക്കിലി ചലഞ്ചിൽ ഫസ്റ്റ് നിൽക്കുന്നു. ബാക്കി 2 ടീമിനും ഓരോ പോയിന്റ് വീതം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഋഷി കിടന്ന് മെഴുകുന്നു. ഋഷി എന്തും പേഴ്സണൽ ആയിട്ട് എടുക്കുന്ന, റിയൽ ആയിട്ട് എടുക്കുന്ന ആളാണ്. സോ ഋഷി റൂമിൽ പോയിരുന്നു പൊട്ടിക്കരയുന്നുണ്ട് അമ്മയുടെ ഫോട്ടോ നോക്കിട്ട്. പാവം ചെക്കനെ പ്രാങ്കാന്നും പറഞ്ഞ് പറ്റിച്ച് എന്നിട്ട് അവിടെ ഇരുന്ന് കരയാ. എന്താ അവസ്ഥയുള്ള. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടാരെ. ഫുഡ് കറക്റ്റ് ഗബ്രിയുടെ ഒഴിവിലേക്ക് രശ്മി കയറിയാ ചോദിക്കാം. ഓക്കെ പറഞ്ഞ മനസ്സിലായി. പക്ഷെ ജാസ്മിനും രശ്മിനും സംസാരിച്ചത് നോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നോറ വന്നിട്ട് ജാസ്മിനോട് പറഞ്ഞു അതെ പോയി കിച്ചൺ ഡ്യൂട്ടി ചെയ്തേ, പോയി ഫുഡ് ഉണ്ടാക്ക്. ഫുഡ് ഞാൻ ഉണ്ടാക്കും. ഞാനിപ്പോ നിന്നോടിരുന്ന് ഒരു തവണ പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനും രശ്മിനും കേട്ടില്ല. നോറ പിന്നെയും വന്ന് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ രശ്മിനോട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും കക്കൂസിനും വേണ്ടി മാത്രം വന്നേന്നല്ലേ. അതിനല്ല നീ ഇത്ര നാള് വന്നതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നീ ആ പണി ചെയ്തതിനേക്കാളും കൂടുതൽ നീ ചെയ്ത പണി വേറെയാ. അയ്യ അതല്ല, ഗബ്രിയുടെ കൈ പിടിച്ചിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എന്റെ കൂടി ഡ്യൂട്ടിയാണ്.
പിന്നെ നോറ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ രശ്മിന് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായോണ്ടാണോ രശ്മിന് നോറേനെ പേടിയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ജാസ്മിൻ പറയണത് കേൾക്കാതെ അവിടെ നിന്ന് എണീറ്റു എന്നിട്ട് ഇങ്ങനെ നടക്കുക. പറയുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇല്ല, ഇതിലൊരു മിനിറ്റ്, രശ്മിൻ മിണ്ടാൻ ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. പക്ഷെ നോറ കലിപ്പായതിനെ തുടർന്ന് രശ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോയി. ഇതിലൊരു മിനിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് സംസാരിച്ചോ. നോറ ബി ലൈക്ക് ആദ്യം ഡ്യൂട്ടി പിന്നെ സംസാരം. ഇനി തിരിഞ്ഞു പോയാലേ നോറ സീൻ ചെയ്യാ. ഞാൻ ലൈഫിൽ നിന്നോട് ഞാൻ മിണ്ടൂല. സത്യമായിട്ട് മിണ്ടില്ലേ? നല്ല കാര്യം, മിണ്ടാതിരിക്കുമെന്ന്. ഒന്ന് വെരി ഫ്രാങ്ക്ലി ജാസ്മിൻ അനി പേടി ചോറിയും കൊണ്ട് വന്നേക്കാ അവള്. പറയുന്നത് നീ ചെറിയ കുട്ടിയൊന്നല്ല. നോറ കലിപ്പ്. നോറയുടെ ഫേസ് നോക്കി. അറ്റ്ലീസ്റ്റ് നീ മൂത്തതല്ലേ? മൂത്തത് തന്നെയാ, നല്ല മൂത്തത്. എന്നെ കണ്ടറിയാം മൂത്തതാന്ന്. ബോധമില്ല എനിക്കൊക്കെ മനസ്സിലാവണ്ട് ബോധമില്ല, താല്പര്യമില്ല. നീ ഒന്നുകിൽ പവറിന്റെ ഉള്ളിൽ കേറ്. പവർ റൂമിലാ എന്താ പരിപാടി? സാധനം മൊത്തം വലിച്ചെറിയും എന്നെ തൊട്ടാൽ. പവർ റൂമിൽ കേറിയിട്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ സാധനങ്ങൾ വലിച്ചെറിയുന്ന എന്താ ഇവിടെ നടക്കണേ? ഇതിലേക്ക് അറപ്പും വെറുപ്പും വന്നു തുടങ്ങാം. ഞങ്ങക്കത് പണ്ടേ ഉണ്ട്. ഞാൻ വിചാരിച്ചത് അത് ശരിയാണേ. അല്ല നോറ, ശരിയല്ലത്. ഇപ്പോഴും എടീന്ന് പറഞ്ഞാ സംസാരിച്ചിരിക്കുന്നത് ആണോ? അല്ലേ? ആണാണ്. നീ വന്ന് പറഞ്ഞോണ്ടല്ല, അവിടെ ഇപ്പൊ ആര് വന്ന് പറഞ്ഞു. രശ്മിൻ അത് ഇതൊക്കെ പറയും, പക്ഷെ ഇൻസൾട്ട് ചെയ്ത് തന്നെയാണ്. വേറെ ആരെങ്കിലും പറഞ്ഞു അപ്പ എനിക്ക് പോയനെ. നീ ഈ സപ്പോർട്ട് ചെയ്തതിന് നീ അനുഭവിക്കും. ഓ ശരി, അതനുഭവിക്കണ്ടല്ലോ. ഇന്റെ അടുത്ത് നീ സംസാരിക്കാൻ വരരുത്. അത്രയും നേരം അടിപൊളിയായിട്ട് കലിപ്പില് നോറയുടെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് വൗ, ഇങ്ങനത്തെ ഒരു നോറയാണ് നമ്മൾ പ്രതീക്ഷിച്ചപ്പോ 5 മിനിറ്റ് കഴിഞ്ഞ നോറ നോറ ഹാസ് 2 moods. 1 കരച്ചിൽ, 2 കലിപ്പ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കും വേണ്ട. പിന്നെ ചെന്ന് പറയാൻ അവസരം ഉണ്ടാക്കിയത് രശ്മിന്. അയ്യോ എന്റെ നോറ, നീ ഇങ്ങനെ കരയല്ലേ, ഞങ്ങക്ക് സഹിക്കണില്ല. അവിടെ നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. പിന്നെ 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 അല്ല, വീട്ടിലത്തെ ഓരോ കാര്യം എന്റെ തലയിലിട്ട് എന്തിനാ നിന്റെ തലയിലാവണേ? പോടിന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോ നീ സത്യമായിട്ട് ഡീ ബോഡിന്ന് വിളിക്കണത് ഇഷ്ടമല്ല. എന്നെ ഇൻസൾട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നിട്ട് അവൾ എന്നെ ഡീ ബോഡിന്ന് വിളിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല രശ്മിൻ എന്തിനാ കൂട്ടു നിക്കണ എന്തിനാ? എന്റെ നോറ, നീ ഒന്നില്ലെങ്കിൽ കരയി, അല്ലെങ്കിൽ ഡയലോഗ് പറ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവണില്ല ഒന്ന്. എനിക്കൊരു കാര്യം സംസാരിക്കാമോ? ഞാൻ ഫ്രീ അല്ല. അത് കഴിഞ്ഞ് ആകാശം നോക്കി നക്ഷത്രം എണ്ണി കിടന്നുറങ്ങാൻ വന്ന രശ്മിനോട് ജാസ്മിൻ, എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. നീ പോയി ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് വാ. അതല്ല, എനിക്ക് നിന്നോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന്. ഒരു കാര്യം സംസാരിക്കാമോ? ഞാൻ ഫ്രീ അല്ല, പ്ലീസ്. എനിക്കിപ്പോ സമയമില്ല, ഞാൻ ഫ്രീ അല്ല. ഫ്രീ അല്ല, അതുകൊണ്ടാ. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഓ എന്തുണ്ടെങ്കിലും കൂടെ കാണുന്നല്ലേ നീ പറഞ്ഞത്? കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടേ നീ കോൺക്രീറ്റ് ഇട്ടല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും ഇറങ്ങിയിട്ട്. അയ്യോ, പുറത്തിറങ്ങിയിട്ട് എനിക്ക് നിന്റെ സേവനം ആവശ്യമില്ല. ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ മുല്ലച്ചേച്ചിക്ക് സപ്പോർട്ട് കൂടാനും മുല്ലച്ചേച്ചി പോസിറ്റീവ് ആവാനും ഈവൻ നമുക്ക് വരെ മുല്ലച്ചേച്ചിനോട് ഇഷ്ടം തോന്നാനുമുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇതെന്റെ ഒരു പ്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾ വെച്ചോ, നോക്കിക്കോ. സ്ഥാപിച്ചേട്ടൻ അത് കഴിഞ്ഞിട്ട് അപ്സരനോട് എന്തായി എന്റെ വഴക്ക് സെറ്റിലാക്കിയ? നിനക്ക് ഇനിയും മതിയായില്ലല്ലേ ഒരു പ്രാങ്ക് തന്ന് ഇന്നത്തെ ദിവസം ആ ഋഷിയുടെ വായിലിരിക്കുന്ന തെറി മൊത്തം എന്നെ കൊണ്ട് കേൾപ്പിച്ചപ്പോ നിനക്ക് മതിയായില്ലടാ സാബു. എന്നെ പറഞ്ഞോണ്ടിരുന്നേ ഇവിടെ ആരും കേട്ടില്ല. അത് അങ്ങക്കും കേൾക്കാൻ പറ്റിയില്ല. അപ്സരെ എന്തൊരു കലപില സൗണ്ട് ആയിരുന്നു. കൂടെ വഞ്ചിക്കും എന്ന് തോന്നിയിട്ടുള്ള ആരെ? ഇപ്പൊ സാബു ജിൻഡോനോട് ചോദിച്ചു, ജിൻഡോക്ക് ഈ കൂടെ നിന്ന് ചതിക്കുന്നു തോന്നുന്നത് ആരെയാണ്? പേര് പറ. ശത്രുക്കളോ? ജിൻഡോ, എടാ മോനെ അങ്ങനെ പറയൂല. അല്ല, അപ്പൊ അവര് റിയലൈസ് ചെയ്യുമെങ്കിലും. സാബു പിന്നെ നിർബന്ധിക്കുക, അങ്ങനെ പറ, അവര് മാറിയാലോ? വേണ്ട, സാബുചേട്ടന്റെ കൂടെ നിന്ന് ചതിക്കുകയാണത്. സാബുചേട്ടന്റെ മനസ്സിലത് കിടക്കില്ലേ? അപ്പൊ നമ്മുടെ മുല്ല ചേച്ചി കയറി ഇടപെട്ടു. എന്റെ പൊന്ന് സാബു ചേട്ടാ, അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പിന്നെ ആവശ്യം ഉണ്ടാവൂലേ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലത് കിടക്കൂലേ? അതുകൊണ്ട് പുള്ളി പറയൂല, പുള്ളിക്ക് ആവശ്യം ഉണ്ടാവരെ. ഭയങ്കര ബുദ്ധിയാ. അതെ, ജിൻഡോ സാബുനോട്, എന്റെ പൊന്നു സാബു ചേട്ടാ, ഈ ജാസ്മിന്റെ മാസ് ഡയലോഗുകള് എന്നാ സൂപ്പറാ. ഈ മാസ് ഡയലോഗൊക്കെ ആ ചാനലിൽ ഇട്ട് അങ്ങോട്ട് പേരിപ്പിച്ചിട്ടല്ലേ വ്യൂസ് ഒക്കെ വരുന്നേ. ഈ മാസ് ഡയലോഗൊക്കെ ആ ചാനലിൽ ഇട്ട് അങ്ങോട്ട് പേരിപ്പിച്ചിട്ടല്ലേ വ്യൂസ് ഒക്കെ വരുന്നേ.
അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നിപ്പിച്ചിട്ട് ഒന്നുമല്ലാതായിപ്പോയ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ തീരുന്നു. സാബു ചേട്ടൻ വന്നിട്ടും ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിന് വലിയ അനക്കമൊന്നുമില്ല. പ്രാങ്ക് ഒക്കെ വെച്ച് തന്നെയാണ് അടി ഉണ്ടായിട്ടുള്ളത്. ഇനി എന്തൊക്കെ സംഭവിക്കും, നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 59ന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 60ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ